ഹലോ നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ വീഡിയോസൊന്നും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഡോറൊക്കെ ഒരു കുഞ്ഞുണ്ടായി. അതാണ് ഈ കുഞ്ഞിൻ്റെ പേരാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് സ്നോബെൽ എന്നാണ്. അപ്പോൾ ഈ കുഞ്ഞുണ്ടായിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ. 28-ാം തീയതിക്ക് ആകുമ്പോൾ ഒരു മാസം ആവുള്ളൂ. ഭയങ്കര കുറുമ്പാണ് കേട്ടോ ഞങ്ങളുടെ സ്നോബെലിനെ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ കുഞ്ഞിനെ. ഇതാണ് നമ്മുടെ ഡോറ കേട്ടോ. ഇവളുടെ കുഞ്ഞാണ് സ്നോബെല്ല്. ഡോറയാണെങ്കിൽ എപ്പോഴും പുറത്താണ്. കുഞ്ഞിനെ നോക്കാനേ അവൾക്ക് ഭയങ്കര മടിയാണ്. പാലൊക്കെ കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഡോറേനെ അകത്തോട്ട് കൊണ്ടുവരണം. അല്ലാണ്ട് അവളായിട്ട് ഓടി വരുന്ന പണി വളരെ കുറവ്. ഭയങ്കര മടിച്ചിയാണ് കേട്ടോ നമ്മുടെ ഡോറ. അപ്പോൾ അവൾക്ക് എപ്പോഴും പുറത്ത് പോകണം. അവൾക്ക് പുറത്ത് കുറേ ഫ്രണ്ട്സുകളുണ്ട്. അവരുടെ കൂടെ കളിക്കാനും ഇരിക്കാനൊക്കെയാണ് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. കുഞ്ഞിനെ നോക്കാൻ കുറച്ച് മടിച്ചിയാണ്. അപ്പോൾ എപ്പോഴും ഇവിടെ വന്നിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് വന്നാൽ മാത്രം അകത്തേക്കൊക്കെ ഇങ്ങനെ ഓടി വരുള്ളൂ. പിന്നെ ഡോറയ്ക്കുള്ളൊരു സ്വഭാവമാണ് പുല്ല് തിന്നുന്നത് കേട്ടോ. ആദ്യം എന്തിനാ ഈ പുല്ല് തിന്നുന്നത് എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഓരോരുത്തരോടൊക്കെ അന്വേഷിച്ചറിഞ്ഞ് പുല്ല് തിന്നുന്നത് അവർ വയറ് വേദനയൊക്കെ എടുക്കുമ്പോൾ പുല്ലങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിലൊരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഈ പുല്ല് തിന്നുമ്പോൾ അവർക്ക് അവരെ വയറിന് ആവശ്യമായ എല്ലാ ഒരു ഗുണങ്ങളുള്ള അടങ്ങിയ പുല്ലുകളാണ് അവർ കഴിക്കുന്നത്. അങ്ങനെ എല്ലാ പുല്ലുകളും കഴിക്കില്ല. അതിലെന്തോ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള പുല്ല് മാത്രം അത് കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞങ്ങളിവിടെ പുല്ലങ്ങനെ കിട്ടില്ല കേട്ടോ. ഞങ്ങൾ പുല്ലെല്ലാം മരുന്നടിച്ച് കരിയിച്ച് കളഞ്ഞിരിക്കുന്ന കാരണം പുല്ല് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അവൾ പച്ചപ്പുല്ലിങ്ങനെ കിളുത്ത് വരുന്നിടത്തെല്ലാം പോയിട്ട് അങ്ങനെ കഴിക്കുന്നത് കാണാറുണ്ട്. കുറച്ച് ദിവസം ഞങ്ങളൊന്നും പുല്ല് തീറ്റിക്കാനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വിടില്ലായിരുന്നു. കാര്യം മരുന്നൊക്കെ അടിച്ചിരിക്കുന്ന കാരണം അതിൻ്റെ എഫക്റ്റ് ഇത് ഇവർക്കും എല്ലാം ആവുമെന്ന് വെച്ചിട്ട് ഞങ്ങളൊന്നും പുറത്തേക്ക് വിടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പൂച്ചകളുടെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.